പിണറായിക്ക് പിരിവെട്ടാൻ പോകുന്നു. അതായത് കരുവന്നൂരിൽ സുരേഷ് ഗോപി രണ്ടും കൽപ്പിച്ചിറങ്ങിയാണ്. കരുവന്നൂരിലെ പാവങ്ങളുടെ പണം സഹാക്കന്മാർ എങ്ങോട്ട് കൊണ്ടുപോയി പൂഴ്ത്തിവെച്ചിരിക്കുന്നു. ആ പണം മുഴുവൻ കണ്ടെടുക്കാൻ തന്നെയാണ് സുരേഷ് ഗോപി തുനിഞ്ഞിറങ്ങാൻ പോകുന്നത്. പണം എവിടെ പോയി, ആര് കട്ടു, ആരുടെ അക്കൗണ്ടുകളിലേക്ക് പോയി, പാവങ്ങളെ പറ്റിച്ചതാര്, അവരുടെ ജീവൻ കവർന്നതാര്, അവർ വീട് വെക്കാനും കല്യാണങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾക്കുമായി നുള്ളിപ്പറക്കി വെച്ചിരുന്ന പണം കൊണ്ടുപോയ സഹാക്കന്മാർ ആരൊക്കെ, ഇതൊക്കെ തന്നെയാണ് പുറത്തു വരാൻ പോകുന്ന വിവരങ്ങൾ. തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്കിൽ 300 കോടി രൂപയുടെ ബിനാമി വായ്പാ തട്ടിപ്പ് കേസിൽ പ്രതിപ്പട്ടികയിൽ CPM ഉൾപ്പെടുത്താനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശുപാർശ ചെയ്തത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമ്മേളനങ്ങളിലും വേദികളിലും ആവർത്തിച്ച് പറയാറുള്ള ഒരു വാചകമുണ്ട്: ഈ പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന്. ഇക്കാര്യം സത്യമാണെന്ന് മാത്രമല്ല, CPM എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ എന്നുകൂടി കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. സാധാരണക്കാരിൽ സാധാരണക്കാരായ അരപ്പട്ടിണിക്കാരും മുഴുപട്ടിണിക്കാരും ആശ്രയമായി കണ്ട സ്ഥാപനമാണ് കേരളത്തിലെ കാർഷിക സഹകരണ ബാങ്കുകൾ. ബ്ലേഡ് ബാങ്കുകാരുടെയും പലിശക്കാരുടെയും കൊള്ളയിൽ നിന്ന് മോചിപ്പിക്കാനും സാധാരണക്കാർക്ക് കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കും ന്യായമായ പലിശയിൽ പണം കിട്ടാനുമാണ് സഹകരണ സ്ഥാപനങ്ങൾ കേരളത്തിലുടനീളം ആരംഭിച്ചത്. അമിതമായ രാഷ്ട്രീയവൽക്കരണം കേരളത്തിലെ സഹകരണ മേഖലയെയും സഹകരണ സ്ഥാപനങ്ങളെയും മോശമായി ബാധിച്ചു എന്നതാണ് സത്യം. ഏതാണ്ട് 10,000-ഓളം വരുന്ന സഹകരണ സ്ഥാപനങ്ങൾ ഇടത് വലത് മുന്നണികളുടെ ഭരണകാലത്ത് സ്വാധീനം ഉപയോഗിച്ച് സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുകയായിരുന്നു. സഹകരണ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിൽ ഒരിക്കലും യോഗ്യത മാനദണ്ഡമായിരുന്നില്ല. കൈക്കൂലിയും രാഷ്ട്രീയ താല്പര്യങ്ങളും മാത്രമാണ് മാനദണ്ഡം. സഹകരണ നിയമനങ്ങൾക്ക് കൈക്കൂലി വാങ്ങിയ ശേഷം പണം കൊടുത്തവർക്ക് പെൻസിൽ കൊണ്ട് ഉത്തരമെഴുതാൻ നിർദ്ദേശം നൽകിയ പ്രമുഖ സഹകാരി നേതാക്കൾ പോലുമുണ്ട്. കേരളത്തിലെ സഹകരണ മേഖലയെ രാഷ്ട്രീയവൽക്കരിച്ച സ്വാർത്ഥ താല്പര്യത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയത് CPM ആണ്. സഹകരണ ബാങ്കുകളിൽ നിയമനം നൽകിയ ശേഷം സ്വന്തം പാർട്ടിയിൽ അവരെ ഉറപ്പിച്ചു നിർത്താൻ എന്തും ചെയ്യാൻ അവർ മടി കാട്ടിയിട്ടുമില്ല.